നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പറഞ്ഞൊരു വാചകം, ഇതിൽ പൊതുമരാമത്ത് വകുപ്പിന് ഇതിനകത്ത് റോളില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഞാന് ഈ പൊതുമരാമത്ത് വകുപ്പ് തന്നെ ഒരു അവലോകന യോഗത്തിന്റെ റിപ്പോർട്ട് ഇപ്പൊ മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. 2026 ജൂൺ മാസം 25-ാം തീയതി നടത്തിയ അവലോകന റിപ്പോർട്ടാണ്. അവലോകന റിപ്പോർട്ടിൽ പൊതുമരാമത്ത് സെക്രട്ടറി അടക്കം ലീല അബ്ദുള്ള അടക്കം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ മിനിറ്റ്സിൽ 12ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്: നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്തുള്ള നിലവിൽ നിരന്തരം പദ്ധതി മോണിറ്റർ ചെയ്യാനും ജില്ലാ തദ്ദേശ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി പൊതുമരാമത്ത് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്താനും വേണ്ട നടപടി കൈക്കൊള്ളാൻ തീരുമാനിച്ചു. അക്കാര്യത്തിൽ വ്യക്തത വന്നു. അപ്പോൾ ഈ പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുന്നത് തെറ്റ്. പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിന്റെ മേൽനോട്ടം. കോഴിക്കോട് ഡിവിഷനാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെയാണ് ഇതിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മേൽനോട്ട ചുമതലയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണ് മാറ്റിയിട്ടുണ്ടോ, മണ്ണ് നിർമ്മിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അവിടെ മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഈ ഘട്ടത്തിലാണ്.